ഗുഡ് മോർണിംഗ് പ്രിയൂസ് വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചായക്ക് ഗോതമ്പ് നുറുക്കാണ് ഉപ്മാവ്. ഗോതമ്പ് നുറുക്ക് ചെറിയ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഞാൻ വാരി കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് ഗോതമ്പ് നുറുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഉപ്മാവൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും സാധാരണ ഉപ്മാവാണ് എളുപ്പമെന്ന് പറയും, പക്ഷേ എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചു, ഇപ്പോൾ എല്ലാ ഉപ്മാവും ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാകും. അവർക്ക് ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ അറിയാം, ഇവളിപ്പോൾ പറയണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അറിയാത്തവർക്ക് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ആ ഗോതമ്പ് നുറുക്ക് നമ്മൾ ഒന്ന് വറുത്ത് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് വെച്ചാൽ നന്നോ, സമയം ഇല്ലെങ്കിൽ വയ്ക്കും വേണ്ട. ഇത് കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, ചില ചീഞ്ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും മുളകും പൊട്ടിക്കുക. എന്നിട്ട് സവോള ഇട്ടിട്ട് വഴറ്റുക. സവോള ഇട്ട് വഴറ്റിയതിന് ശേഷം കരിവേപ്പിൻ്റെ ഇല ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചാൽ നന്നാവും. എന്നിട്ട് ഗോതമ്പ് നുറുക്കിൻ്റെ മേലെ വരെ വെള്ളം വേണം, എന്നാലാണ് നമ്മൾ കറക്റ്റ് പാകമാവുള്ളൂ. അപ്പോൾ മേലെ വരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു 2 വിസിലടിക്കുക. ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലടിക്കും, പിന്നെ ഒന്ന് ലോ ആയിട്ട് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് അത് തണുത്തിട്ട് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് പാകമാവും. കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കാൻ മറക്കരുത്, എന്നാൽ നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കുക, ചിലർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് പാകമാവും. എന്നിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ചിരകിടാം, അതൊക്കെ ഓനവൻ്റെ ഇഷ്ടംമാതിരി ചെയ്യാം. ഞാൻ ചിലപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചിരകിടും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നല്ല ഈ ഗോതമ്പ് നുറുക്ക് വറുക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടി പിടിക്കാതെ നമുക്ക് വെറുന്നനായി കിട്ടും. ഞാൻ വറുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അനിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പൂസിന് പിന്നെ അവിടെ 2 പേരും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൂസിന് പിന്നെ അവിടെ ഭക്ഷണമുണ്ട്. അവൾ ചോറിന് വേറെ എന്തെങ്കിലും വല്ല സോയാബീനോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അനിക്കുട്ടിക്ക് ഇന്ന് കറി കൊടുത്തയക്കണം. ഞാൻ എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. പിന്നെ പച്ചക്കറി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ചീഞ്ഞ് പോകും, കുറേ ദിവസം എടുത്തേക്കാൻ പറ്റില്ല, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ പരിപ്പോ അല്ലെങ്കിൽ തക്കാളി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിഴങ്ങൊക്കെ തോനെ വാങ്ങിക്കും, കിഴങ്ങും ഉള്ളിയും, അതാകുമ്പോൾ കുറേ ഇരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ പരിപ്പ് കഴുകി അതിൻ്റെ ഒപ്പം സവോളയും തക്കാളിയും പച്ചമുളകും കീറിയിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് പരിപ്പ് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുക. അങ്ങനത്തെ പരിപ്പിട്ട കറി അനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പരിപ്പും അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറണ്ട് പോകുമ്പോഴേക്കും അരയ്ക്കണം. പിന്നെ അനിക്കുട്ടിയുടെ കുളി കഴിഞ്ഞ് അവൾ പുറപ്പെടുകയാണ്. അപ്പൂസ് നീച്ച് പല്ല് തേക്കണു. അനിയേട്ടൻ അമ്പലത്തേക്ക് ദിവസം രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവതി അമ്പലത്തിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ തിരുമേനിനെയാണ് പാലും കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ പാലും മേടിച്ചിട്ട് പോരും. അങ്ങനെ അനിയേട്ടൻ അമ്പലത്തേക്ക് പോയി. ഞാനത് എൻ്റെ രാവിലത്തെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.